ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതിന്റെ പ്രത്യാഘാതം ലോകമെമ്പാടും നേരിടുന്ന സാഹചര്യത്തിൽ മറ്റൊരു കടലിടുക്ക് കൂടി മറ്റൊരു ജലപാത കൂടി അടച്ചുപൂട്ടാൻ ഒരുങ്ങി ഇറാൻ. ഇറാൻ ഒഫീഷ്യലായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലീബാബ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട, അതായത് ചെങ്കടൽ വഴിയുള്ള ഒരു പ്രധാനപ്പെട്ട ജലപാത കൂടി അടയ്ക്കുന്നു. ഹൂത്തികൾക്കും മറ്റുമൊക്കെ വലിയ സ്വാധീനമുള്ള മേഖലയിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. ബാബ് എൽ മണ്ടേബ് ഇത് മുൻപ് ന്യൂസിന്റെ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഈ ഒരു പാത കൂടി അടച്ചു കഴിഞ്ഞാൽ അതേറെ ബാധിക്കുന്നത് സൂയസ് കനാലിലേക്ക് പോകുന്ന പാത കൂടിയാണ്. അതേറെ ബാധിക്കുന്നത് യൂറോപ്പിനെ തന്നെയാണ്, ആഫ്രിക്ക, ഏഷ്യ രാജ്യങ്ങളെയും ബാധിക്കും. ഈ വഴി LPG ഇല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ ഓയിൽ മാത്രമല്ല ഉള്ളത്, അരി, ഗോതമ്പ്, മരുന്നുകൾ, വളം, ഇതെല്ലാം കടന്നു പോകുന്ന ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ധാരാളം കപ്പലുകൾ കടന്നു പോകുന്ന ഒരു പാതയാണ് ഈ ബാബ് എൽ മണ്ടേബ് എന്ന് പറയുന്ന ഈ പ്രദേശം. വളരെ ചെറിയ ഒരു കടലെടുക്കാണ്. ഈ കടലെടുക്ക് ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുമെന്നാണ് ഇറാൻ പറയുന്നത്. ഇതോടുകൂടി തന്നെ ലോകത്താകെ ഒരു ഭീതി പടർന്നിരിക്കുകയാണ്. കാരണം ഒരു വലിയ പ്രതിസന്ധി ആയിരിക്കും നേരിടുന്നത്. എണ്ണയോ ഗ്യാസോ മാത്രമായിരിക്കില്ല, അരി, ഗോതമ്പ്, ഒപ്പം തന്നെ വളം, മരുന്നുകൾ, അങ്ങനെ അനവധി കാര്യങ്ങൾ അത് ബ്ലോക്ക് ആകാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം തന്നെ ഇതിനിടയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ലോകത്തെ എല്ലാ രാജ്യങ്ങളും എണ്ണ സൂക്ഷിച്ചു വെക്കുക, വലിയൊരു പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ്. അതായത് അമേരിക്ക പോലും ഇതിനെ ഭയപ്പെടുന്നു. അതായത് ലോകത്തെ എണ്ണ ഉള്ള രാജ്യങ്ങളിൽ എണ്ണ റിസർവ് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങൾ അത് റിസർവ് ചെയ്യണം, സൂക്ഷിച്ച് ചെലവാക്കണം. ഒരു എണ്ണ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ നിഴലിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.